കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഒരു മകൻ സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്ന വാർത്ത കേട്ട് അന്താളിച്ചു നിൽക്കുകയാണ് കേരള സമൂഹം ഒന്നടങ്കം. എന്താണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത്? എന്തൊരു വലിയ അധാർമികതയാണ് ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വാർത്തകളാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കറുത്തതിൻ്റെ പേരിൽ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ചേർന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് കൊലക്ക് കൊടുത്തത്. അതിൻ്റെ മുറിവുണങ്ങും മുമ്പ് തന്നെ നമ്മുടെ ഈ മലബാർ ഏരിയയിലെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നൊന്തു പ്രസവിച്ച സ്വന്തം മാതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് നമുക്കൊക്കെ ഇതിനെ അംഗീകരിക്കാൻ സാധ്യമാവുക? ആ മകൻ ലഹരിയിലായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഛേ എന്ന് പോലും പറയരുത് എന്ന. സ്വന്തം ഉമ്മാൻ്റെ മുഖത്ത് നോക്കി ഛേ എന്ന് പറയരുത് എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ വാക്താക്കളാണ് നാം എല്ലാവരും. ആ മതത്തിൻ്റെ വാക്താക്കളിൽ നിന്ന് തന്നെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഇതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധ്യമാവുക? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിഹിൽ ഉമ്മഹാത്ത്, നിന്റെ മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗത്തിനെ ഒരു ദിവസം കൊണ്ട് വെട്ടിത്തീർക്കുമ്പോൾ നമ്മുടെ സമൂഹമൊക്കെ എത്രത്തോളം അധപതിച്ചു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ആ ഉമ്മാനെ ആ മകൻ മരിക്കുന്നത് വരെ വെട്ടിയെന്നാണ്. അയൽപ്പക്കത്തെ വീട്ടിൽ പോയി വെട്ടുകത്തി കൊണ്ടുവന്ന് സ്വന്തം ഉമ്മാനെ മരിക്കുന്നത് വരെ വെട്ടി തീർക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്ന ലഹരി ചെറുതൊന്നുമല്ല. നമ്മുടെ സമൂഹത്തെ ലഹരി പിടിമുറുക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് യുവതലമുറയെ. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടെ ശ്രദ്ധിച്ചേ മതിയാകൂ. പ്രത്യേകിച്ച് ഇവിടത്തെ പൊതു സംവിധാനങ്ങൾ, പോലീസും അതുപോലെ തന്നെയുള്ള സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും നമുക്ക് മുമ്പിൽ ഒരുപാട് കേട്ടേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഖംറു മിഫ്താഹു കുല്ലി ശർരിൻ, കള്ള് അതുപോലെയുള്ള ലഹരിദ്രാവകങ്ങളൊക്കെ തിന്മകളുടെ താക്കോലാണ്. നിങ്ങളെ തിന്മകളിലേക്ക് നയിക്കുന്ന താക്കോലാണ് ലഹരിദ്രാവകങ്ങൾ. ആ ലഹരിദ്രാവകങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളല്ലാതായി മാറും. നിങ്ങളുടെ മാതാവിനെ തിരിച്ചറിയാത്ത, പെങ്ങളെ തിരിച്ചറിയാത്ത, സമൂഹത്തെ തിരിച്ചറിയാത്ത, പിഞ്ചുമക്കളെ തിരിച്ചറിയാത്ത ഒരു വ്യക്തിയായി ലഹരി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ മാറും. അത്തരം സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും മറികടക്കണമെങ്കിൽ ഈ ലഹരിക്കടിമപ്പെടുന്ന യുവതലമുറയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പുതിയ പദ്ധതികളും സംവിധാനങ്ങളും കൊണ്ടുവന്നേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.